പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കം. ഇറാൻ എണ്ണവില കുത്തനെ ഉയർത്തി ലോകത്തെ വിറപ്പിക്കാൻ നോക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ ചേർന്ന് ഇറാൻ ഒരു വലിയ പൂട്ടിട്ടിരിക്കുകയാണ്. ഈ അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഒരുപക്ഷെ ഇന്ത്യ ആണെങ്കിലോ? വരാൻ പോകുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നാണ് ഇന്ത്യ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മുതൽ പ്രതിദിനം 1,80,000 ബാരൽ എണ്ണ അധികമായി വിപണിയിലെത്തും. സൗദി അറേബ്യയും കുവൈറ്റും മാത്രമല്ല, റഷ്യയും ഈ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ നൽകി കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം വെച്ച് ലോകത്തെ ഭയപ്പെടുത്താമെന്ന ഇറാന്റെ കണക്കുകൂട്ടലുകളാണ് ഇതോടെ തകിടം മറിഞ്ഞത്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ മുൻനിർത്തി എണ്ണവില കുത്തനെ ഉയർത്തുക, അതുവഴി അമേരിക്കയും ലോകരാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു ഇറാന്റെ മാസ്റ്റർ പ്ലാൻ. എന്നാൽ ഈ വിലക്കളി അറബ് രാജ്യങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് അവർക്ക് നന്നായി അറിയാം. റഷ്യയ്ക്കൊപ്പം സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, കസാക്കിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളും ഈ നീക്കത്തെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. എണ്ണക്കടത്തിന് ഗൾഫ് രാജ്യങ്ങൾക്കും ഈ ഹോർമൂസ് പാത അത്യന്തം നിർണായകം തന്നെയാണ്. വില പരിധി വിട്ടാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. ഇവിടെയാണ് ഇന്ത്യയുടെ പ്രാധാന്യം ലോകം തിരിച്ചറിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ. ഉക്രൈൻ ആക്രമണങ്ങളെ തുടർന്ന് റഷ്യൻ ഊർജ മേഖലയിലുണ്ടായ തകർച്ച, അത് കാരണം അവർക്ക് നിശ്ചയിച്ച കോട്ടയേക്കാൾ കുറഞ്ഞ അളവിലാണ് നിലവിൽ ഉൽപാദനം നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ എണ്ണവില കുത്തനെ കൂടിയാൽ ഇന്ത്യയെ പോലുള്ള വലിയ വിപണികൾ മറ്റു ബദലുകൾ തേടുകയോ ഇറക്കുമതി കുറയ്ക്കുകയോ ചെയ്യും. ഇത് അറബ് രാജ്യങ്ങൾക്കും സാമ്പത്തികമായി വമ്പൻ തിരിച്ചടിയാകും. തങ്ങളുടെ ഏറ്റവും വലിയ കസ്റ്റമറായ ഇന്ത്യയെ നഷ്ടപ്പെടുത്താൻ റഷ്യയും അറബ് രാജ്യങ്ങളും ഒന്നും തയ്യാറല്ല. ഇറാന്റെ തന്ത്രം തകർക്കാൻ ഇന്ത്യ എന്ന വലിയ വിപണിയുടെ കരുത്ത് തന്നെയാണ് അറബ് ലോകത്തെ ഇതിന് പ്രേരിപ്പിച്ചത്. പക്ഷേ അറബ് രാജ്യങ്ങൾക്ക് മുൻപുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഹോർമൂസ് പാതയാണ്. ബദൽ പൈപ്പ് ലൈനുകളിലൂടെയുള്ള എണ്ണക്കടത്തിനെ പറ്റിയുള്ള ആലോചനകളും നടന്നു വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ഭൗമരാഷ്ട്രീയ നീക്കത്തിലൂടെ ഇന്ത്യക്ക് വലിയൊരു ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. എണ്ണയ്ക്കായി ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണിത്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് കുറയുന്നത് രാജ്യത്തെ നാണയപ്പെരുപ്പം നിയന്ത്രിക്കാനും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും സഹായിക്കും. ആഗോള ശക്തികൾ എണ്ണവില നിയന്ത്രിച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പിന് പരോക്ഷമായി വലിയൊരു ഊർജ്ജമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.